പറയാൻ പോകുന്നത് എഡ്യൂക്കേഷനെ കുറിച്ചാണ്. സിലബസ് എഡ്യൂക്കേഷൻ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി സക്സസ് ആവും? ഞാൻ ഉറപ്പിച്ച് പറയാം, ഇല്ല. ഇപ്പൊ ഒട്ടുമിക്ക കുട്ടികളും എങ്ങനെയൊക്കെ +2 തള്ളി നീക്കുക, എന്നിട്ട് അപ്പത്തെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഒരു കോഴ്സ് എടുത്ത് മുന്നിട്ട് പോവുക. എന്നാൽ ഇത് 99% ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ആ ഒരു 1%, ബാക്കിയുള്ള 1%, സക്സസ് ആയിട്ടുള്ള 1%, അത് എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സൂക്ഷിച്ചു കേട്ടോ. നിങ്ങൾ ഈ ഒരു 99% ആളുകളും പോകുന്ന പാത്തിലാണ് പോകുന്നതെങ്കിൽ അതിന്റെ എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് ട്രാപ്പ് ആണ്. അതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ തന്നെ ചെയ്യാം. എന്താണ് മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്നതിനെ കുറിച്ച് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ആ ഒരു 1%ലോട്ട് ജമ്പ് ചെയ്യാമെന്നാണ്. അതായത് ഞാൻ പറഞ്ഞു 99% ആളുകളും പോകുന്നത് സിലബസ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ പെടുന്ന മിഡിൽ ക്ലാസ് ട്രാപ്പിലോട്ടാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ബാക്കി 1% ആൾക്കാർ എന്തിലോട്ടാണ് പോകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. എല്ലാവരും സിലബസ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ സ്കില്ലിലോട്ടായിരിക്കും. അതായത് സ്വന്തമായിട്ട് സ്കില്ല് ലേൺ ചെയ്യുക അഥവാ സെൽഫ് ലേൺ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സ്കില്ലും ഇന്ന് സെൽഫ് ലേൺ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യൂട്യൂബിലൂടെ ആയിരിക്കും. യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് എന്ത് സ്കില്ലാണോ പഠിക്കേണ്ടത് അതൊന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിന്റെ ഫുൾ കോഴ്സ് അതിൽ വരും. എന്നിട്ട് നിങ്ങൾ മാറാൻ തയ്യാറാവുന്നില്ല. അത് നിങ്ങളുടെ മാത്രം തെറ്റല്ല, നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റിന്റെ ഒരു പ്രശ്നമാണത്. അതായത് നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. നിങ്ങൾക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതായത് ആ സ്കില്ലിലെ ടോപ്പ് 1% ആവുക. എങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. എന്തായാലും സക്സസ് ആവാൻ പറ്റും. കാരണം പാഷൻ ഫോളോ ചെയ്തവരൊക്കെ ഒരു 85%ഉം സക്സസ് ആയിട്ടുണ്ട്. എന്നാൽ സ്കില്ലിൽ ഫോക്കസ് ചെയ്തവരോ അതും ഒരു 85% ഒക്കെ എല്ലാവരും സക്സസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നും മാറി നിൽക്കുന്ന കൂടുതൽ പേരും സക്സസ് ആവാൻ കാരണം. അതായത് നമ്മുടെ എഡ്യൂക്കേഷന്റെ പ്രശ്നം എന്താ? ബിസിനസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ അത് ഒരു ബിസിനസ് ചെയ്ത ആൾക്കല്ലേ പറ്റൂ. അത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്ന സിലബസിൽ എക്സ്പേർട്ട് ആണോ? 99%ഉം ആയിരിക്കില്ല. അത് തന്നെയാണ് ഇതൊരു മിഡിൽ ക്ലാസ് ട്രാപ്പിലോട്ട് ചെന്നെത്താൻ കാരണം. നിങ്ങളൊരു സ്കില്ല് പഠിക്കുമ്പോൾ ആ സ്കില്ല് വെച്ച് ലൈഫിൽ സക്സസ് ആയ ആളുടെ കയ്യിലായിരിക്കും ആ സ്കില്ല് നിങ്ങൾ പഠിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫ് ലെസൺസ് ഒരുപാട് എന്ന് നേടാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെൽഫ് ലേണിംഗ് ആണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ സ്വയം പഠിക്കുക. നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ട് നിങ്ങൾ സ്വയം പലതും ചെയ്യാറുണ്ടല്ലോ. അതൊക്കെ സെൽഫ് ലേണിംഗ് ആണ്. സ്വന്തമായിട്ട് ഒരു കാര്യം പഠിച്ചെടുക്കുന്നതിനെയാണ് സെൽഫ് ലേണിംഗ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. വെറും എഡ്യൂക്കേഷൻ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും. ഇനി ശനി ഞായറും ഫോക്കസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് പല സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്കില്ലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അതായത് ഞാൻ എത്ര ടൈം വേണമെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ ചെയ്തത് എന്താ, ആ ഒരു പാഷനിലെ സ്കില്ല്, അതായത് വീഡിയോ എഡിറ്റിംഗ് എന്ന സ്കില്ലിനെ ഞാൻ മാക്സിമം യൂസ് ചെയ്തു. അല്ലെങ്കിൽ മാക്സിമം അതിനെ കോഴ്സുകൾ എടുത്തിട്ടും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് സെൽഫ് ലേൺ ചെയ്തിട്ടും ഞാൻ അങ്ങ് പഠിച്ച്. നിങ്ങൾ കുറെ സ്കില്ല് പഠിച്ചിട്ട് കാര്യമില്ല, ആ സ്കില്ലിനെ മോണിറ്റൈസ് ചെയ്യാൻ കൂടി നിങ്ങൾ പഠിക്കണം. അതായത് നിങ്ങൾ 2025 വരാൻ പോവാണ്, ഇനിയും സ്കില്ലുകൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പഠിച്ചോ. കാരണം AI എന്ന ഒരു മെയിൻ ഫാക്ടർ ആണ് വില്ലനായിട്ട് വരാൻ പോകുന്നത്. അപ്പോ നിങ്ങൾക്ക് അവനെ എതിർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം സ്കില്ലെങ്കിലും ആവശ്യമായിട്ട് വരും. ഒരിക്കലും ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഒരു യൂട്യൂബ് ചാനൽ മാത്രം 2 or 3 യൂട്യൂബ് ചാനലും മിക്സ് ആക്കിയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 2 തരത്തിൽ ഇത് യൂസ് ചെയ്യാം. പഠിത്തത്തോടൊപ്പം തന്നെ ഇത് 2 തരത്തിൽ യൂസ് ചെയ്യാം. ഒന്ന് പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീലാൻസ് ചെയ്യാം. ഇത് 2 ഫാക്ടർ ആണ്. മേ ബി ഇതിനെ പറ്റി ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നതാണ് യൂട്യൂബിൽ. ഓക്കെ, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാ ഫ്രീലാൻസ് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് കേട്ടോ. എന്തായാലും ഇതാണ് ഒരു കറക്റ്റ് ടൈം. നിങ്ങൾക്ക് എന്ത് സ്കിൽ ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇപ്പൊ തന്നെ ചെയ്യുക. അതായത് ഇനി വൈകി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.